ഡെയിലി വ്ലോഗ്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ കൂട്ടുകാരുടെ തന്നെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ മൊബൈലിന്റെ സ്പീഡ് കുറയുന്നത് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് എന്നോട് ചോദിച്ചത്. അതിനുള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉപകാരപ്രദമാകുമെന്ന് കരുതട്ടെ. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. ആ വാട്സപ്പിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിനുള്ളിൽ ചാറ്റ്സിനകത്ത് മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ മീഡിയ വിസിബിലിറ്റി നമ്മൾ എല്ലായ്പ്പോഴും ഓഫ് ചെയ്തിടുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം നമ്മുടെ വാട്സപ്പിൽ വരുന്ന ഡീറ്റെയിൽസ് എല്ലാം ഗാലറിയിൽ സ്റ്റോർ ആവുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അടുത്തത് നമുക്ക് നമ്മുടെ ഫോണിലെ തന്നെ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണോ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അവയുടെ ക്യാഷ് ക്ലിയർ ചെയ്യുക എന്ന് പറയും. അതായത് നമ്മൾ അതിൽ ആ ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐ എന്നൊരു ഓപ്ഷൻ കാണിക്കും. ആ ഐയിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോറേജ് കാണിക്കും. ആ സ്റ്റോറേജിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ഡേറ്റ, ക്ലിയർ ക്യാഷ് എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിയർ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ക്യാഷ് കിടക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ക്ലിയർ ക്യാഷ് ആണ് കൊടുക്കേണ്ടത്. ക്ലിയർ ഡേറ്റ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി ഇട്ട് നമുക്ക് രണ്ടാമത് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ക്ലിയർ ക്യാഷ് കൊടുത്ത് നമ്മുടെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോണിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റോൾ കളയുക എന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അൺഇൻസ്റ്റോൾ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ അൺഇൻസ്റ്റോൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ റിമൂവ് ആയി പോകും. ഒന്നുകിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറി അൺഇൻസ്റ്റോൾ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്കത് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയാൻ സാധിക്കും. അടുത്തതായി നമ്മുടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ അഡീഷണൽ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ അഡീഷൻ സെറ്റിങ്സ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ആക്സസിബിലിറ്റി കിട്ടും. ആക്സസിബിലിറ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് ജനറൽ വിഷൻ, ഹിയറിംഗ് എന്നിങ്ങനെ ഓപ്ഷൻസ് കാണാം. അതിന് വിഷൻ സെലക്ട് ചെയ്യുക. വിഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ റിമൂവ് അനിമേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ഡിസേബിൾ ആണ് എന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് എടുക്കാനുള്ളത് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിനുള്ളിൽ അഡീഷണൽ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ അഡീഷണൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു. അഡീഷണൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കീബോർഡ് ആൻഡ് ഇൻപുട്ട് മെത്തേഡ് എന്നൊരു ഓപ്ഷൻ കാണാം. കീബോർഡ് ആൻഡ് ഇൻപുട്ട് മെത്തേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് വീണ്ടും നമ്മൾ സ്ക്രോൾ ചെയ്യണു. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴെയായിട്ട് മൗസ് ആൻഡ് പോയിൻ്റർ ടൂൾ എന്ന് പറയുന്നത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടച്ച് സ്ക്രീനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. മറ്റെന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മാത്രമാണ് എനിക്ക് അടുത്ത തവണ അത് നന്നാക്കാൻ സാധിക്കുകയുള്ളൂ. കമന്റ് ചെയ്യുക. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഷെയർ ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.